അപ്പോൾ ഇവിടെ താഴെ പാർക്കിംഗ് കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനമുള്ളത് നമ്മൾക്കിവിടെ പാർക്ക് ചെയ്ത് മെട്രോ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഒരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. പിന്നെ പാർക്കിംഗ് ഇല്ല, പുറത്ത് പാർക്കിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവാനും അതുപോലെ വണ്ടി ഇടിക്കാനും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പുറത്ത് പാർക്ക് ചെയ്യേണ്ട കാര്യം ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് ഇതൊരു നല്ല സംവിധാനമാണ്. മെട്രോ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ വന്നാലും പ്രശ്നമില്ല, നല്ലതായിരിക്കും. നമസ്കാരം. എറണാകുളം തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടയിലുള്ള കൊച്ചി മെട്രോ സ്റ്റേഷന് സമീപം അത്യാധുനിക റോബോട്ടിക് കാർ പാർക്കിംഗ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. 7 സെൻറ്റിൽ 100 കാറുകൾ ഒരേ സമയം ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ സംവിധാനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ജീവനക്കാരൻ അമൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? ഇത് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് കാർ പാർക്കിങ്ങാണ് വെക്കണം. ഇവിടെ കാറ് കൊണ്ട് നിർത്തുമ്പോൾ ഷട്ടർ പൊങ്ങുമ്പോൾ ഉള്ളിലേക്ക് കയറ്റി കഴിയുമ്പോൾ ഫോർവേഡിന് ഇതുണ്ടാവും, ഇൻഡിക്കേഷൻ ഉണ്ടാവും. അത് സ്റ്റോപ്പ് ആകുമ്പോൾ കാറ് നിർത്തി കാറ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നേരെ എക്സിറ്റ് ക്യാബിൻ വഴി ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഐ ഓപ്ഷൻ കഴിക്കുമ്പോൾ ആ കാർഡ് കിട്ടും. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോവുക. പിന്നെ തിരിച്ചു വരുമ്പോൾ ആ കാർഡ് തന്നെ എക്സിറ്റിലിട്ട് കാർഡ് ഇറക്കുക. അതാണ് സെറ്റ്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കാർഡ് എടുത്തിട്ട് ഇറങ്ങുന്നു. അതിനുശേഷം നമ്മൾ ഈ പേയ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് പേയ്മെൻറ്റ്? വരുമ്പോൾ കാർ ഇടുമ്പോഴും കൊടുക്കുക, അല്ലെങ്കിൽ പോകുന്ന ടൈമിലും കൊടുക്കുക, എപ്പോഴും കൊടുക്കുക. പേയ്മെൻറ്റിൻ്റെ മെട്രോ കാറുടെ പാർക്കിംഗ് സ്റ്റാഫാണ് അവരാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ വണ്ടി വന്ന് നിന്നാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ? എങ്ങനെയാണ്? വണ്ടി ഇവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ വണ്ടി സെൻസ് ചെയ്ത് ഷട്ടർ പൊങ്ങും. അപ്പോൾ വണ്ടി അകത്ത് കയറുമ്പോൾ ഷട്ടർ താന്നോളൂ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ വണ്ടി പിന്നെ അകത്ത് കയറിയിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകും. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, തന്നെ പാർക്ക് ചെയ്തോളൂ. 100 വണ്ടി ഇതിനകത്ത് ഫുള്ളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു വണ്ടി പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും? ഇല്ല, നമുക്ക് ഇത്ര കാർഡ് തന്നെ എക്സിറ്റ് കൊണ്ടുപോയിട്ട് ആ കാർ നമ്മൾ തന്നെ കാർ എടുക്കും. സമയമൊന്നും എടുക്കില്ല, 5 മിനിറ്റ് ആ ടൈം എടുക്കാറ്. എല്ലാം ഓട്ടോമാറ്റിക്കാണ്? ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് കാറ് അകത്തേറി പാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വണ്ടിയായിട്ട് ഞാനിങ്ങനെ വരികയാണ്. വന്നതിന് ശേഷം ആദ്യം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ എൻട്രി 1 ഉണ്ട്. ആ എൻട്രി 1ൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടുപോവുകയാണ്. വണ്ടി ഒന്ന് ലെവലാക്കി കയറ്റണം. ഇത് നമ്മൾ വണ്ടി കയറി കഴിയുമ്പോൾ കറക്റ്റ് ലെവലാകുമ്പോൾ ഫോർവേഡിൽ നിന്ന് സ്റ്റോപ്പ് എന്നാവും. അപ്പോൾ വണ്ടി നിർത്തി വണ്ടി ഓഫാക്കി എടുത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇറങ്ങിയാൽ മതി ക്യാബിന്. അപ്പോൾ നമ്മൾ വണ്ടി അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ കയറ്റുമ്പം വണ്ടി ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് ഓപ്പണായി. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇതേപോലെ ഫോർവേഡ് എന്നുള്ളൊരു ഇത് കാണാം. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സ്റ്റോപ്പെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റോപ്പെന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ പതുക്കെ വണ്ടി ഓഫ് ചെയ്യുക, ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് ഇറങ്ങുക. വണ്ടി ലോക്ക് ചെയ്യാം. ഇപ്പം ആൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് വെക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും തട്ടി പ്രശ്നം ഉണ്ടാവും. പിന്നെ നമ്മളിത് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെ വന്നതിന് ശേഷം ഇതാ ഇവിടെ എത്തുന്നു. അതെ, ഇവിടെ ഡോറ് ക്ലോസ് ചെയ്യുന്നു. മൊബൈൽ നമ്പർ ആദ്യം നമ്മൾ കൊടുക്കുകയാണ്. 9147. ഐ എഗ്രി മൊബൈൽ നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മൾ എഗ്രി ചെയ്യുന്നു. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ പാർക്കിംഗ് കാർഡ്. വലിച്ചെടുക്കുക. ഇതാണ് കാർഡ്. യൂണിറ്റ് 1ലാണ് എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ കാർ പാർക്കിംഗ് ID ഇതാണ് 1600101. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് വടക്കേക്കോട്ട.
സെൻറ്റിലാണ് ഈ ഒരു സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. 100 കാറുകളാണ് ഒരേ സമയം ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുതന്നെ വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല ഈ വാഹനങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇതെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന രീതികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ക്രാച്ചുകളൊന്നും ഉണ്ടാവില്ല. നമ്മളെവിടെയെങ്കിലും വഴിയിൽ പാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ സുരക്ഷയാണുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഏതെങ്കിലും തരത്തിൽ തീയോ പുകയോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സ്പ്രിങ്ക്ലറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ആ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമൊക്കെ സ്പ്രേ ചെയ്യാനുള്ള സ്പ്രിങ്ക്ലറുകളുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ഈ പുക എന്തെങ്കിലും വരുവാണെങ്കിൽ സ്മോക്ക് ഡിറ്റക്ടറാണ്. ആ സമയം തന്നെ ഫയർ അലാം പ്രവർത്തിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയെല്ലാം വെള്ളം സ്പ്രേ ചെയ്യും. യാതൊരു കാരണവശാലും നമ്മുടെ വാഹനങ്ങളിൽ തീ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. വളരെ സുരക്ഷിതമാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് മെട്രോയിൽ യാത്ര ചെയ്ത് പോയിട്ട് തിരികെ വന്നിട്ട് നമ്മുടെ കാർ എടുക്കാനായിട്ട് വരുമ്പോൾ ആദ്യം നമ്മളിത് എക്സിറ്റ്, നമ്മുടെ യൂണിറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് യൂണിറ്റ് 1 എന്ന്. അപ്പോൾ ഇവിടെ നോക്കാം, എക്സിറ്റ് ക്യാബിൻ 1, യൂണിറ്റ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിനിലേക്ക് നമ്മൾ കയറണം. അപ്പോൾ വലിക്കുക, കയറുന്നു. നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട്, എഗ്രി, ഐ എഗ്രി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കാറ് അതാ ആ ബെഡിൽ നിന്നും ലിഫ്റ്റിലേക്ക് നീങ്ങുകയാണ്. താഴേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. ആ കാറ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അലാറം ഇങ്ങനെ കേൾക്കും. നമ്മളിതാ കാറിലേക്ക് കയറുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മുന്നിലേക്ക് എടുക്കുക. എടുക്കുമ്പോൾ സൈഡൊക്കെ നോക്കണം. ഈ സൈഡ് വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ കയറ്റുമ്പം ശ്രദ്ധിക്കണം. വാഹനം സൈഡിലേക്ക് തട്ടരുത്. സ്ക്രാച്ച് ആവാത്ത രീതിയിൽ വേണം. സൈഡൊന്നും തട്ടാതെ നമ്മൾ മുന്നിലേക്ക് ഇറക്കുക. എന്നിട്ട് നമ്മളിതാ അങ്ങനെ പോവും. എങ്ങനെയുണ്ട് ചേട്ടാ ഈ പാർക്കിംഗ് സംവിധാനം? വളരെ നല്ലതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ അവർ ഈ എൻട്രി ക്യാബിനിൽ എൻട്രി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് കുറച്ച് സമയമെടുക്കും പാർക്ക് ചെയ്യാനും അത് കിട്ടാനും. പക്ഷേ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. സേഫാണല്ലേ? സേഫാണ്. ഇപ്പോൾ ഇവിടെ താഴെ പാർക്കിംഗ് കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനമുള്ളത് നമ്മൾക്കിവിടെ പാർക്ക് ചെയ്ത് മെട്രോ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഒരു എന്താ പറയുക, നല്ലൊരു കാര്യമാണ്. പിന്നെ പാർക്കിംഗ് ഇല്ല, പുറത്ത് പാർക്കിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവാനും അതുപോലെ വണ്ടി ഇടിക്കാനും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ പുറത്ത് പാർക്ക് ചെയ്യേണ്ട കാര്യം ആലോചിക്കാനേ വയ്യ. പിന്നെ 2 പാർക്കിങ്ങാണുള്ളത് മെട്രോയ്ക്ക്. പക്ഷേ ഇവിടെ പാർക്കിംഗ് താഴെ പൊതുവെ കിട്ടാറില്ല. അതുകൊണ്ട് ഇതൊരു നല്ല സംവിധാനമാണ്. മെട്രോ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ വന്നാലും പ്രശ്നമില്ല, നല്ലതായിരിക്കും. സ്ഥലമില്ല. അതെ, നല്ലൊരു സംവിധാനം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇടുന്നത് കേട്ടോ. ഞാൻ നല്ല ഫെസിലിറ്റിയാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, മീൻസ് പാർക്കിംഗ് അന്വേഷിച്ച് നടക്കണ്ട, നമ്മൾ നല്ലതായിട്ട് ടൈം സേവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു. നല്ല ഫെസിലിറ്റിയാണ്. വരണം. അപ്പം 3 മണിക്കൂർ 20 രൂപയാണ്, 5 മണിക്കൂർ 30 രൂപ. അങ്ങനെയാണ് നിലവിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന താരിഫ്. ഇനി അത് മാറാമായിരിക്കാം. എന്തായാലും ഈ ഒരു സംവിധാനം വളരെ മികച്ചതാണെന്നാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ വരുന്നവർ പോലും പറയുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സുരക്ഷിതം ഇവിടെ പാർക്ക് ചെയ്യുന്നത് തന്നെയാണ്. വെയിലും മഴയും ഒന്നും കൊള്ളണ്ട. ഇനി എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ വാഹനത്തിന് ഒരു തീപിടുത്തമുണ്ടായാൽ പോലും അത് പെട്ടെന്ന് തന്നെ ഇവിടെ ആ ഒരു ഫയർ സേഫ്റ്റി അലാറം വർക്ക് ചെയ്ത് അത് കെടുത്തുകയും ചെയ്യും.
അപ്പോൾ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.